അസ്സലാമു അലൈക്കും. കടച്ചക്കേൻ്റെ ഉള്ള കറി നിങ്ങൾ കഴിച്ചിക്കണോ? അത് നല്ല ടേസ്റ്റി ആയിട്ട് ഇറച്ചിക്കറിയേക്കാളും ടേസ്റ്റിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് കണ്ടു നോക്കാം. ഒരു കടച്ചക്ക ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് വേവിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയത്, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. കൂടുതലായിട്ട് ഒഴിക്കണ്ട, കാരണം ഇതിന് വേവ് വളരെ കുറവാണ്. ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേവായി കിട്ടും കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കായിട്ട് ഒരു അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കണം. ഒരു പാനിലേക്ക് ശകല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയൊരു തേങ്ങയുടെ പകുതി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ശകലം ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കടച്ചക്കയൊക്കെ നന്നായി വേവായിട്ടുണ്ടാവും. ഈ കറിയിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. കറിക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ചിട്ട് അരപ്പ് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് അതും കൂടെ ഈ കറി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഈ കറി കുറുകിയൊരു ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിക്കുക. നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എത്രത്തോളം ഇത് ചട്ടിയിൽ ഇങ്ങനെ ചൂടോടെ ഇരിക്കുന്നോ അത്രത്തോളം ഇത് തിക്കായിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്കായിട്ടൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ശകല എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കുക. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് ഈ കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ രീതിയിൽ നിങ്ങൾ കടച്ചക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.